ഹലോ ശ്രുതി, പ്രതിഭ. വയനാട്ടിലെ രാധ എന്ന വീട്ടമ്മയെ കടുവ കൊന്നു തിന്ന സംഭവം ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നു. എന്ത് തോന്നി ആ വാർത്ത കേട്ടപ്പോൾ? ഇപ്പോൾ പത്രമാധ്യമങ്ങളടക്കം ആ വാർത്തയാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കടുവയെ കൊല്ലാനാണ് ഓർഡർ. എന്ത് തോന്നുന്നു ആ വാർത്തയിൽ? വളരെ ദയനീയമായൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ സർക്കാരിൻ്റെ അനാസ്ഥയാണ് ശരിക്കും ആ ഒരു ജീവന് വില എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഒന്നോ രണ്ടോ സംഭവങ്ങൾ എടുത്ത് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അതിൽ കൂടുതലുണ്ട്. നൂറുകണക്കിന് ജനങ്ങളാണ് ഈ വന്യമൃഗങ്ങളുടെ പേരിൽ മരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ്റിന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. അവരെന്തുകൊണ്ട് കടുവയെ വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി തന്നെ പറയുന്നുണ്ട്. കൊടുത്തല്ലോ. വനംവകുപ്പ് മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരമല്ല. അതായത് ഇപ്പോൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പരിഹാരം വേണം. ഇപ്പൊ രാവിലെ ഒരു പ്രശ്നം ഉണ്ടായി, വൈകുന്നേരം ആകുമ്പോൾ അത് സോൾവ് ചെയ്യും സർക്കാർ. 10 ലക്ഷം കൊടുത്ത് ഒരു സർക്കാർ ഉദ്യോഗം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്തു. ഇല്ല, പക്ഷെ ആൾക്കാർ അതിനെ സമ്മതിക്കുന്നില്ല. കടുവയെ കൊല്ലാനുള്ള ഉത്തരവ് വന്നപ്പോഴാണ് കുറച്ചുകൂടി ശാന്തരായത്. പക്ഷേ കടുവനെ കൊല്ലും, ഒരുപാട് കടുവ അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കും. അതിന് കൃത്യമായിട്ട് ഒരു പരിഹാരം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദി? വനം വകുപ്പാണോ? സർക്കാർ കൃത്യമായിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ ഇപ്പോ ഉണ്ട് വനം വകുപ്പിൽ. 7500ഓളം ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ എന്തിനാ പിന്നെ അവിടെ ഇരിക്കുന്നത്? കൃത്യമായിട്ട് ഒരു നിലപാട്, ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. മന്ത്രി നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങള് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു സംഘം അവരെ ആക്രമിച്ചത് കൊണ്ടാണ്. ഏത് സംഘമാണ് അത്? കുറുവാ സംഘം പോയിട്ട് ആക്രമിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആളവിടെ ഒരു പരിഹാസ കഥാപാത്രമാണ് ശരിക്കും ചെയ്യുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ പറയുന്നത്. ഒരു സംഘം പോയി ആക്രമിച്ചു, അതുകൊണ്ടാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം ആ സീറ്റിലിരിക്കുന്നത്? അപ്പൊ ഈ വന്യമൃഗങ്ങളെ കൊല്ലുന്നതാണോ പരിഹാരം, അതോ വനം വകുപ്പ് നന്നാക്കലാണോ പരിഹാരം? വനം വകുപ്പാണ്. അത് ഇവരെ തന്നെ ചിന്തിച്ചിട്ട് ഇപ്പൊ സർക്കാരാണോ അല്ലെങ്കിൽ കടുവയാണോ മനുഷ്യരെ കൊല്ലുന്നത്? അതാ മനസ്സിലാവാത്തെ. സർക്കാരാണോ മനുഷ്യരെ കൊല്ലുന്നത്? അവര് നിലപാട് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പരിപാടിയോ എടുക്കാതെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഓരോരാൾക്ക് ഒരു 10 ലക്ഷം രൂപ, ഒരു സർക്കാർ ജോലി. അതുകൊണ്ട് ഞാൻ പറയും ഒരു കാര്യം, ഇപ്പോൾ സർക്കാർ ജോലി എത്ര പെട്ടെന്നാണ് കൊടുത്തത്. എത്ര കഷ്ടപ്പെട്ട് രാവും രാത്രിയും ഇല്ലാണ്ട് PSC ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എത്ര പേര് പെങ്ങളെ കല്യാണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും 27-30 വയസ്സ് വരെ പഠിപ്പിച്ച് അവർക്ക് അപ്പോഴും ജോലി ഇല്ലാണ്ട് പൈസ കൊടുത്ത് രാത്രിയൊന്നും ഇല്ലാണ്ട് ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ 10-15 വർഷം ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടാണ് ഒരു PSC ജോലിക്കുണ്ട്. എന്നിട്ടും അരച്ചു കളഞ്ഞു അവരെ PSC ജോലി. എത്ര പേർക്ക് നഷ്ടമായി? വളരെ സിമ്പിളായിട്ട് ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ മരിച്ചത് സിമ്പിളാന്നല്ല ഞാൻ പറയുന്നത്, ആ കാര്യത്തെ ഞാൻ സിമ്പിളാക്കുന്നത്. സർക്കാർ ജോലി കൊടുത്തു. ഇവർക്ക് എന്താ വിലയില്ലേ? ഇവര് 10-15 വർഷം ജീവന് വില കെട്ടുന്നത് ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലാണ്ട് അതിന് കർശനമായിട്ട് വേറെ ഒരു നിലപാടോ ഒരു പരിഹാരമോ ഇല്ല ഇവിടെ. 10 ലക്ഷം കൊണ്ട് അത് സോൾവ് ചെയ്തു സർക്കാർ. അതുകൊണ്ട് ഗതികെട്ടു. ആരാണ് ഗതികേടിലേക്ക് നയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവര് കൃത്യമായ നടപടി എടുക്കാത്തത്? ഈ 10 ലക്ഷം കൊടുത്തിട്ടും ഒരു സർക്കാർ ജോലി കൊടുത്താലും തീരാവുന്നതാണ് ഒരാളുടെ. എന്താണ് ശരിക്കുള്ള പരിഹാരം ഇക്കാര്യത്തിൽ? സർക്കാരിന് ജനങ്ങൾ എന്തുകൊണ്ട് പിന്നെ ഇതിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ആരെടുത്ത് പ്രതീക്ഷ വെക്കണം? സർക്കാരിന്റെ അടുത്തല്ലേ പ്രതീക്ഷ? അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ശരിക്കും പറഞ്ഞാൽ. അവരെങ്ങനെ ജീവിക്കും? ഇനി ഭയന്നുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കൊല്ലണമെന്നാണോ പറയുന്നത്? എന്താന്ന് ആദ്യം കാണണം. മൃഗങ്ങളുടെ പ്രശ്നം എന്താന്ന് ആദ്യം അറിയണം. അതിനാണ് വനംവകുപ്പ് ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്. 620 കോടി ചെലവഴിച്ചിട്ടാണ് വനംവകുപ്പ് പുതിയ നിയമം കൊടുത്തിരിക്കുന്നത്. വേലി കെട്ടാന്, അതുപോലെ നീർത്തടാകങ്ങൾ, കാട്ടിൽ നീർത്തടാകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? 620 കോടിയാണ് അതിനുവേണ്ടി ചെലവാക്കുന്നത്. അപ്പൊ വനം വകുപ്പിന്റെ അഴിമതിയുടെ ബാക്കി പത്രങ്ങളാണോ ഈ അഴിമതി? മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു വീട് എടുക്കുവാണെങ്കിൽ, ഒരു വയലിലാണ് വീട് വെക്കുന്നെങ്കിൽ എന്തൊക്കെ സാങ്ഷൻ കിട്ടണം നമുക്ക്? എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ട്? എത്ര ജനങ്ങൾ അവിടുന്ന് മാറി താമസിക്കണം? സ്വന്തം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരു വീടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇത് സർക്കാർ കാണണ്ടേ? എന്ത് വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു? 10 വർഷത്തോളം ഭരിക്കുകയല്ലേ. അപ്പൊ നമ്മളത് മനസ്സിലാക്കണ്ടേ? ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ജനങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കാതെ ഇനി അടുത്ത വർഷം ഭരണം വേണമെന്ന് പറയുന്ന കാര്യം നന്നാവേണ്ടത് പിണറായി വിജയൻ സർക്കാരാണോ?
സർക്കാരാണെന്നല്ല, സർക്കാരിന് മനസ്സിലാവണം ജനങ്ങളുടെ വികാരം എന്താ, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. അല്ലാതെ പുറമോടിയിൽ നടക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതികരണം വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുറേ ജനങ്ങളുണ്ട് ഉള്ളോട്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിലേക്ക് സർക്കാർ നേരിട്ട് തന്നെ ഇറങ്ങി നേരിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇവർക്ക് ഇതൊരു കെട്ടുകഥകൾ അല്ലെങ്കിൽ ന്യൂസുകളിലൂടെ വാർത്ത മാത്രമായി 2 ദിവസത്തെ പ്രതിഷേധം കൊണ്ട് അവസാനിക്കും, ഉറപ്പായിട്ട് അവസാനിക്കും. അതിലപ്പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ ഒരു ആന കുത്തലോ ഇനി വേറെ എന്തെങ്കിലും വെടിവെക്കൽ. ഇപ്പൊ പറഞ്ഞു ആനയെ കൊണ്ടുവന്നു, മറ്റേ ഇതെന്താ കാട്ടിൽ പോയിട്ട് പൂരം നടത്തുന്ന പോലെ ആനയെ കൊണ്ടുവന്നു, മറ്റേത് കൊണ്ടുവന്നു. അതല്ലല്ലോ, ആവശ്യത്തിനല്ലേ വേണ്ടത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് പറയുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം എന്താ പറയാ കടുവയെ വെടിവെക്കാം. ഇനി ഒരാളെ ആരുടെയാണ് ആവശ്യം അതാദ്യം അവർ മനസ്സിലാക്കണം. ഒരു എന്താ പറയാ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ അത്രയും വിശ്വസിച്ചാണ് അവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. വിലയില്ലാതാവല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ മന്ത്രി പറഞ്ഞതുപോലെ ഇത്രയും ആൾക്കാർ ഉള്ളിൽ പോയി, അതായത് ഈ ഒരു സംഘം ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ മൃഗങ്ങളെ എന്തോ ഉപദ്രവിച്ചിട്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരു കഥ. അവരുടെ അനാസ്ഥയാണെന്ന് പോലും മനസ്സിലാക്കാൻ ഒരു ബുദ്ധി. അങ്ങനെ ഒരു സംഘം കാട്ടിലുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കഴിവുകേടാ? അതാ വനവകുപ്പിന്റെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടല്ലേ. അപ്പൊ മന്ത്രി ആരെയാണ് കുറ്റം പറയുന്നത്? ശരിക്കും അവരെ തന്നെയല്ലേ. അപ്പൊ വിവേകമില്ലാത്ത ബുദ്ധിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് ഈ നാടിന്റെ ശാപം അല്ലെ. അങ്ങനെ ആക്കി തീർത്തു ഇതുപോലുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ വില മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആരുടെങ്കിലും ജീവൻ പോകണം. ഇതേപോലെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇനി ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. സംഭവിക്കരുത്. അതായത് ഇതുപോലുള്ള അമ്മമാര് ഇപ്പൊ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് നമ്മൾക്കൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേ നമുക്ക് ഭർത്താവാണ് ആദ്യമായിട്ട് അവരെ കണ്ടത് മരിച്ച നിലയില്, തലയും ഉടലും വേർപെട്ട രീതിയിൽ കണ്ട് അദ്ദേഹം ബോധം കെട്ട് നമ്മൾക്ക് ഒരു വേദനയുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ഇറങ്ങുന്ന അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചിറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവരെത്രത്തോളം ഇത് ചിന്തിക്കണം. മന്ത്രിയൊക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം എത്ര ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട ആളാ, അത് മനസ്സിലാവണ്ടേ അവർക്ക്. പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടിയാ പ്രവർത്തിക്കുന്നതെന്ന് 24 മണിക്കൂറും പറഞ്ഞിട്ട് കാര്യമില്ല. 10 ലക്ഷത്തിനെ കൊണ്ടില്ല ഒരു ജീവനം കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷെ എന്തായാലും അപ്പൊ പിണറായി വിജയൻ സർക്കാരും വനം വകുപ്പും എല്ലാം നന്നാവട്ടെ. മൃഗങ്ങൾ ആദ്യം നന്നാക്കാൻ നിൽക്കാതെ ആദ്യം ഇവരൊക്കെ നന്നാവട്ടെ, മനുഷ്യൻ നന്നാവട്ടെ, എന്നിട്ട് മൃഗങ്ങളെ നോക്കാം അല്ലെ. മൃഗങ്ങളെ നോക്കാം എന്നല്ല, മൃഗത്തിനും അതിന്റേതായ ഒരു സ്ഥാനമുണ്ട്. കാരണം അവരുടെ കാട്, മൃഗത്തെക്കാൾ ക്രൂരമായിട്ടാണ് മനുഷ്യർ പെരുമാറുന്നത്. ശരിക്കും അപ്പൊ എല്ലാം നന്നാവട്ടെ അല്ലെ, ആദ്യം മനുഷ്യൻ നന്നാവട്ടെ. കൃത്യമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതുപോലുള്ള ജനവാസ മേഖലയിൽ നല്ലൊരു പരിഹാരം വേണം, ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ആദ്യം മനുഷ്യൻ നന്നാവട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം തീരുമാനിക്കാം. ഓക്കെ.